and I am not experienced. Yes. But I aim to have developed specialized skills and contributed significantly to the team. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിലെ ചില സിറ്റുവേഷൻസ് ആണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള ഒരു പ്രത്യേക വീഡിയോ വേണമെന്നുള്ള സജഷൻസ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ തന്നെ സെലക്ട് ചെയ്ത കുറച്ച് സിറ്റുവേഷൻസ് നിങ്ങളെ കാണിക്കുന്നത്. ഇതല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുവരെ ഈ ചാനലിലുള്ള വീഡിയോകൾ ഫോളോ ചെയ്ത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള കുട്ടികൾക്ക് 100% ജോലി സാധ്യത ഉണ്ടായിക്കഴിഞ്ഞു. അടുത്ത ഒരു വീഡിയോയോടുകൂടി ഈ 30 days ജോബ് ചലഞ്ചിൻ്റെ വീഡിയോകളെല്ലാം അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ 21 വീഡിയോകളാണ് ഉദ്ദേശിച്ചത്. അതിൽ കൂടുതൽ വീഡിയോകൾ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. 21 വീഡിയോകൾ പിന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന മറ്റു വീഡിയോകളുമാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ സജഷൻസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജോലി അന്വേഷിക്കുന്ന നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫ്രഷേഴ്സിനെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനികൾക്ക് ഒരു ചെറിയ ഒരു കൺസേൺ ഉണ്ടായിരിക്കും. Do you think you can perform in this job? I am open to learn new things and ready to work hard. and I am not experienced. Yes. But given an opportunity, I'll take this as a commitment to perform well. What is your expectations from your first job? Thank you for the question, sir. My primary expectation is to gain practical experience. What is your expectations? I'm excited to develop my skills and take on new challenges in a dynamic environment. Where do you see yourself in your career after 1 year? In a year, I'd like to have settled into my role, built a strong understanding of the company's process. Where do you see yourself in your career after 1 year? Well, after 1 year, I aim to have developed specialized skills and contributed significantly to the team. അതുപോലെ മറ്റ് തീർത്തും വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പുതിയൊരു ഡൊമൈനിലേക്ക് ആളിനെ എടുക്കുമ്പോൾ അവിടെയും ഒരു കൺസേൺ ഉണ്ടാകും. Why do you choose to work in the human resources domain despite having an accounts and finance background? I think I'm good at dealing with the problems of people and finding out a solution. I'm excited about leveraging my problem-solving skills to understand customer needs and drive business growth. അതുപോലെ സെയിൽസ് ഒക്കെ പോലുള്ള ഡൊമൈനിലേക്ക് ആൾക്കാരെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ അത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ മറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികളെ സെയിൽസിലേക്ക് എടുക്കാറുള്ളൂ. Why do you like a sales job? I believe I have good interpersonal skills to interact effectively with people, to understand their real concerns. And Sales offers a dynamic environment where I can build relationships and make an impact. ഇനി ഇന്റർവ്യൂ പ്രിപ്പറേഷൻ. തലേ ദിവസം നല്ലൊരു ഉറക്കം ഉറപ്പാക്കുക. അതിൽ ചിലപ്പോൾ ചിലരൊക്കെ മൂവിക്ക് പോകാറുണ്ട്, ചിലരൊക്കെ പാർക്കിലൊക്കെ പോയി സമയം സ്പെൻഡ് ചെയ്ത് ഒരു ഉറക്കത്തിൻ്റെ ഒരു മൂഡ് കൊണ്ടുവരാറുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണ് നല്ല ഉറക്കം കിട്ടുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രേക്ക്ഫാസ്റ്റ് ആണോ കഴിക്കുമ്പോൾ ആ ദിവസം നിങ്ങൾക്ക് ഒരു ഫ്രഷ്നെസ് തോന്നുന്നത് അത് കഴിക്കാൻ നോക്കുക. ഡ്രസ് കോഡെല്ലാം മുമ്പ് ഉള്ള വീഡിയോകളിൽ പറഞ്ഞു കഴിഞ്ഞു. എന്ത് ഡ്രസ്സ് ചെയ്യണമെന്നുള്ളത്, എങ്ങനെ ഗ്രൂം ചെയ്യണമെന്നും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എപ്പോഴും ഒരു ഹാപ്പിനെസ് മൂഡ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. തലേ ദിവസം തന്നെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അത് ഉറപ്പാക്കാൻ ശ്രമിക്കുക. കഴിവതും ധൃതി വെച്ചും തെക്കി തിരക്കിയൊക്കെ പോകാതിരിക്കാൻ ശ്രമിക്കുക. കുറച്ച് നേരത്തെ എത്തി ലൊക്കേഷൻ്റെ അടുത്തെത്തി ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ കയറുന്നത് നല്ലതാണ്. അതുപോലെ ചിലർക്ക് ഈ സ്വീറ്റ്സോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് സലൈവ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അവർക്ക് കുറച്ചുകൂടെ സംസാരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരീക്ഷിച്ച് നോക്കണം. അതുപോലെ തലേ ദിവസം തന്നെ റെസ്യൂമിൻ്റെ ഒരു 3-4 കോപ്പി എടുത്ത് വെക്കുക. അത് നല്ല ക്ലിയർ ആയിരിക്കണം. ഫോട്ടോ കോപ്പി എടുക്കരുത്. ഒരു റെസ്യൂം മാത്രം വെക്കാവുന്ന ഫോൾഡറുകളൊക്കെ കിട്ടും. അതിനകത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അതിൻ്റെ ഒരു 2 കോപ്പി നിങ്ങൾ കയ്യിലെപ്പോഴും കരുതുക. അതുപോലെ ഒരു ബ്ലൂ പെൻ അത് കയ്യിൽ വേണം. സാധാരണ നമ്മൾ ഈ ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കുന്ന പോലുള്ള ഒരു ബ്ലൂ പെൻ. പിന്നെ ത്രൂ ഔട്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം നിങ്ങൾ ഉറക്കം എഴുന്നേൽക്കുന്നത് മുതൽ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.